Welcome back to our social science class once again. Now going to start the new chapter, Sun, the ultimate source. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള ജിയോഗ്രഫി ആൻഡ് ഇക്കണോമിക്സ് പാർട്ടിലെ ഒന്നാമത്തെ ചാപ്റ്റർ ദി സൺ ദ അൾട്ടിമേറ്റ് സോഴ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് തുടക്കം കുറിക്കുന്നത്. സൂര്യൻ, സർവവും സൂര്യനിൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇതിൽ നൽകുന്നത് ഇന്ത്യയിലെ വിവിധ സിറ്റിയിലുണ്ടാകുന്ന ടെമ്പറേച്ചറിനെ പറ്റിയുള്ള രണ്ട് മാപ്പുകളാണ് ഞാൻ നൽകുന്നത്. അതിൽ നിന്ന് നിങ്ങൾ ടു ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെമ്പറേച്ചർ ഡ്യൂറിങ് ദ ഡിഫറൻസ് പീരീഡ് ഓഫ് ടൈം. ഓക്കെ, look at the map showing atmospheric temperature of the few cities in India. ഓക്കെ, എന്ന് സൂചിപ്പിക്കുന്ന ഇന്ത്യയുടെ താപനില 2015 ഡിസംബർ 1 താപനിലയാണ് ഇടത്തെ ഭാഗത്തുള്ള മാപ്പിൽ കാണുന്നത്. അതേപോലെ രണ്ടാമത്തെ മാപ്പിൽ ജൂൺ 1 2015 ജൂൺ 1 ഇന്ത്യൻ സിറ്റിയിലെ പ്രധാന സിറ്റിയിലുള്ള ടെമ്പറേച്ചറാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഈസ് ദ ടെമ്പറേച്ചർ ദ സെയിം ആറ്റ് ദ ഡിഫറെൻറ്റ് പ്ലേസസ് ഓഫ് ദ സെയിം ഡേ? അല്ലേ, വിവിധ കാശ്മീർ, ഏറ്റവും മുകളിൽ കാശ്മീർ ഡിസംബർ 1 2015 ഡിസംബർ 1 അവിടെ 18 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരുന്നു. അതേ സ്ഥാനത്ത് ജൂൺ 2015 ജൂണിൽ അത് 25 സെൻറ്റിഗ്രേഡാണ് അവിടുത്തെ ടെമ്പറേച്ചർ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ ഓരോന്നിൻ്റെയും വ്യത്യസ്തത നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഈസ് ദ ടെമ്പറേച്ചർ ദി സെയിം അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ഓൺ ദ സെയിം ഡേ? അപ്പോൾ ഒരേ ദിവസം വിവിധ സ്ഥലങ്ങളിൽ താപനില ഒരുപോലെയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അല്ലേ. അതേപോലെ തന്നെ ഈസ് ദ ടെമ്പറേച്ചർ എക്സ്പീരിയൻസ് അറ്റ് ദ പർട്ടിക്കുലർ പ്ലേസ് ഇൻ ദ സീസൺ? വിവിധ സീസണിൽ, വിവിധ കാലങ്ങളിൽ ഒരേ പ്രദേശത്ത് അനുഭവിക്കുന്ന താപനില ഒരേപോലെയാണോ? അതുമല്ല. അപ്പോൾ ഓരോ പ്രദേശത്ത്, അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ടെമ്പറേച്ചർ വേരീസ് ഇൻ അക്കോർഡൻസ് വിത്ത് പ്ലേസ് ആൻഡ് ടൈം. അല്ലേ, പ്രദേശത്തിൻ്റെയും കാലത്തിൻ്റെയും വ്യത്യാസങ്ങളനുസരിച്ച് താപനിലയിൽ എന്തുണ്ടാവും? മാറ്റമുണ്ടാവും എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ദ കോസസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് വെറൈറ്റി ഡിസ്ട്രിബ്യൂഷണൽ ഓഫ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. എന്തൊക്കെയാണ് ഇതിനുള്ള കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. വ്യത്യസ്തമായ കാരണങ്ങളാണ് ഇതിനുണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചതാണ് ഇൻസുലേഷൻ. എന്താണ് ഇൻസുലേഷൻ? അല്ലേ, നിങ്ങൾക്കറിയാം, സൂര്യൻ. അപ്പോൾ സൂര്യനാണ് ഭൂമിയിലേക്ക് ഊർജ സ്രോതസ്സ് എന്ന് നമുക്ക് ആദ്യം പഠിച്ചതാണ്. അപ്പോൾ ഈർഷ്യ തരംഗങ്ങളാണ് സൗരോർജം ഭൂമിയിലേക്ക് എത്തുന്നത്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സൗരവികിരണം അല്ലെങ്കിൽ ഇൻസുലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സോളാർ എനർജി റീച്ചസ് എർത്ത് ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് വേവ്സ്, തരംഗങ്ങളായിട്ട്. അപ്പോൾ ദിസ് ഈസ് കോൾഡ് ആൻ ഇൻസുലേഷൻ. അപ്പോൾ എന്താണ് വാട്ട് ഈസ് ഇൻസുലേഷൻ? സോളാർ എനർജി റീച്ചസ് എർത്ത് ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് വേവ്സ്. അപ്പോൾ ഇതിനെയാണ് ദിസ് ഈസ് കോൾഡ് ആസ് ഇൻസുലേഷൻ. അപ്പോൾ നമുക്കറിയാം, ഈർഷ്യ തരംഗങ്ങളായിട്ട്, ചെറിയ തരംഗങ്ങളായിട്ട് സൗരോർജം ഭൂമിയിലേക്ക് എത്തുന്നു. ഇതിനെയാണ് സൗരവികിരണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയാം, സൂര്യൻ്റെ തുടക്കം മുതൽ, അല്ലെങ്കിൽ ദ എർത്ത് സർഫസ് ഫേസിംഗ് ടു ദ സൺ ഗെറ്റ്സ് ഹീറ്റഡ് ബൈ ദ ലോ ഓഫ് എനർജി വിച്ച് ബിഗിൻസ് വിത്ത് സൺറൈസ് ആൻഡ് ലാസ്റ്റ് ടിൽ ദ സൺസെറ്റ്. അല്ലേ, അപ്പോൾ നമുക്ക് സൂര്യോദയവും മുതൽ അസ്തമയം വരെ നീളുന്ന ഒരു ഊർജ പ്രവാഹമാണ് നമുക്ക് സൂര്യനിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അളവിൽ വ്യത്യസ്തമായിരിക്കും. അല്ലേ, നമ്മൾ പറഞ്ഞതാണ് വേരിയസ്. സൂര്യൻ്റെ താപത്തിൽ, ഹീറ്റിൽ, ദ ഹീറ്റ് ഈസ് ദെൻ ട്രാൻസ്ഫേർഡ് ടു അറ്റ്മോസ്ഫിയർ ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് ത്രൂ ദ വേരിയസ് പ്രോസസ്. അപ്പോൾ ഈ ചൂട് വിവിധ രീതിയിൽ, വിവിധ പ്രക്രിയയിലൂടെ അന്തരീക്ഷത്തിലേക്ക്
ഈ ചൂട് അല്ലെങ്കിൽ താപം എന്ത് ചെയ്യുന്നു, വ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യാപനത്തെ പലതരത്തിലാണ് നമ്മൾ കണക്കാക്കുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചർ. പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ അറ്റ്മോസ്ഫിയറിലെ ചൂടിനെ പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അത് പ്രോസസ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രോസസ്സിങ് ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ദ ഗിവൺ ഡയഗ്രാം ഇൻഡിക്കേറ്റ് ദ പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. നോക്കുക, അവിടെ 4 തരത്തിലുള്ള അന്തരീക്ഷ താപ പ്രക്രിയകൾ അവിടെ നൽകിയിട്ടുണ്ട്. നോക്കുക, ഒന്നാമത്തത്, അപ്പോൾ ഇതിൽ സാധാരണ ചോദിക്കാറുണ്ട് വ്യത്യസ്തത എന്താണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചൂട് എന്ന് പറഞ്ഞ സൂര്യനാണ് നമുക്ക് ചൂടിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ഈ ഭൂമി ചൂടാവുമ്പോൾ അതിൻ്റെ ട്രാൻസ്ഫർ, അത് ആ ചൂട് എന്ത് ചെയ്യുന്നു, ഭൂമിയിൽ തട്ടിയിട്ട് മേലോട്ട് പൊങ്ങുന്നു, അത് പല ഭാഗത്തേക്കും മാറുന്നു. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ചൂടിൻ്റെ ഹീറ്റ് ഓഫ് ട്രാൻസ്ഫർ വ്യത്യസ്ത രീതികളുണ്ട്. അതാണ് താഴെ കാണിക്കുന്നത്. ഫസ്റ്റ് വൺ, കണ്ടക്ഷൻ. അപ്പോൾ കണ്ടക്ഷൻ, അതിന് മലയാളത്തിൽ താപചാലനം എന്നാണ് പറയുക നമ്മൾ. പിന്നെ രണ്ടാമത്തത് കൺവെൻഷൻ. ഇതാണ് കൺവെൻഷൻ. ലുക്ക് അറ്റ് ദിയർ. ദെൻ ഫസ്റ്റ് കണ്ടക്ഷൻ, ഇത് രണ്ടാമത് കണ്ടക്ഷൻ, മൂന്നാമത്തത് അഡ്വെക്ഷൻ, ആൻഡ് ഫൈനലി നാലാമത്തത് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഇങ്ങനെ 4ആയാണ് തരംതിരിക്കുന്നത്. നോക്കുക, ഒന്നാമത്തെ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദാറ്റ് പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ക്ലോസ് ടു ദ ഹോട്ട് സർഫസ് ഓഫ് എർത്ത്. നോക്കുക, ഇത് മേലോട്ടാണ് ചൂട് പൊങ്ങുന്നത്. അത് ചൂട് പിടിച്ചിട്ടുള്ള ഭൂമി, അപ്പോൾ ഭൂമിയിലാണ് ആദ്യം ഉപരിതലത്തിലാണ് ചൂട് പിടിക്കുന്നത്, ഭൂമിൻ്റെ ഉപരിതലത്തിൽ ചൂട് പിടിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, ആ ചൂട് പിടിച്ചത് നേരെ അന്തരീക്ഷ ഭാഗത്തിലേക്ക് താപം അല്ലെങ്കിൽ ചൂട് പകരുന്നതിന് നേരെ പോകുന്നതിന്, അതിനെയാണ് താപചാലന അല്ലെങ്കിൽ കണ്ടക്ഷൻ എന്ന് പറയുക. അപ്പോൾ ഒന്നാമത്തത് മനസ്സിലാക്കി, ചൂട് പിടിച്ച ഭൗമോപരിതലത്തിൻ്റെ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തിൽ അന്തരീക്ഷ ഭാഗം നേരെ മേലോട്ട് പോകുന്നതിനാണ് ഇതിനെ കണ്ടക്ഷൻ എന്ന് പറയുക. അപ്പോൾ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദാറ്റ് പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ക്ലോസ് ടു ദ ഹോട്ട് സർഫസ് ഓഫ് ദ എർത്ത്. മനസ്സിലായി കാണുന്നു. അതായത് സൂര്യൻ്റെ ചൂട് ഭൂമിയിൽ തട്ടുന്നു, അത് നേരെ റിഫ്ലക്റ്റ് ചെയ്ത് മേലോട്ട് പോകുന്നതിനെയാണ് കണ്ടക്ഷൻ എന്ന് പറയുക. ഇനി രണ്ടാമത്തത് കൺവെക്ഷൻ എന്ന് പറയും. ഹീറ്റ് എയർ എക്സ്പാൻഡ് ആൻഡ് റൈസ് അപ്പ്. നോക്കുക, പിക്ചറിലേക്ക് നോക്കുക. അതായത് ചൂടായ വായു വികസിച്ച് ഉയർന്നു പോവുക. ഉണ്ടാ, മേലുള്ള നേരെ ഉയർന്ന് അങ്ങോട്ടും മേലോട്ട് നിന്ന് ചെരിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അതാണ് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ. ഹീറ്റ് എയർ എക്സ്പാൻഡ് ആൻഡ് റൈസസ് അപ്പ്. ചൂടായ വായു വികസിച്ച് ഉയരുന്നതിനെയാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തിലേക്ക് നോക്കുക, അഡ്വെക്ഷൻ. അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ വിൻഡ്. കണ്ടോ, ഇത് ഹൊറിസോണ്ടലാണ്, ഇങ്ങോട്ട്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, വെർട്ടിക്കലല്ല, ഹൊറിസോണ്ടലായിട്ടുള്ള. അപ്പോൾ കാറ്റിൻ്റെ ശക്തിക്കനുസരിച്ച്, അപ്പോൾ തിരച്ചിലമായ ഹൊറിസോണ്ടലായിട്ടുള്ള താപം വ്യാപിക്കുന്നതിനെയാണ് അഡ്വെക്ഷൻ എന്ന് പറയുക. നോക്കുക, ചിത്രം കണ്ടാൽ തന്നെ അറിയാം, ഭൂമി ചൂടാകുന്നു, കാറ്റടിക്കുന്നു, എന്താണ് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ആ ചൂട് വ്യാപിക്കുന്നു. അതിനെയാണ് അഡ്വെക്ഷൻ എന്ന് പറയുക. അപ്പോൾ ഇതിൽ നിന്നും മൂന്നിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ് ദ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത് ടു ദ ഔട്ടർ സ്പേസ് ഇൻ ദ ഫോം ഓഫ് ലോങ് വേവ്സ്. കണ്ട, ഇവിടെ ഒരു വേവ്സ് പോലെയാണ് ഭൗമോപരിതലത്തിൽ ചൂട് പിടിക്കുന്നു, ഈ ചൂട് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ദീർഘ രൂപത്തിലേക്ക് ഭൗമോപരിതലത്തിൽ നിന്നും ശൂന്യാകാശത്തിലേക്ക് താപം മടങ്ങി പോകുന്നതിനെയാണ് ഇത് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 4 നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ എന്താണിത്? പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. എങ്ങനെയാണ് ചൂട് പിടിക്കുന്നത് നമ്മൾ പഠിച്ചു.
ഏത് മുഖേനയാണ്? ഇൻസുലേഷൻ മുഖേന. ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്ന് താപം എങ്ങനെയാണ് ഭൂമിയിലേക്ക് ഷോർട്ട് വേവിലായിട്ട് ഭൂമിയിലേക്ക് എത്തുന്നു, അത് ചൂട് പിടിക്കുന്നു. സൗരോർജ്ജം ഭൂമിയിലേക്ക് എത്തുന്നു, അത് ചൂട് പിടിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ ചൂട് ഹീറ്റ് എങ്ങനെയെന്നു ട്രാൻസ്ഫർ ചെയ്യുന്നു, അത് അറ്റ്മോസ്ഫിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനെ 4ആയാണ് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതി മാറ്റുന്നത്. ഒന്ന് കണ്ടക്ഷൻ, ഭൂമി ഉപരിതലം ചൂട് പിടിക്കുന്നു, നേരെ എന്ത് ചെയ്യുന്നു? ചൂട് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതേപോലെ കൺവെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചൂടായ വായു വികസിച്ച് നേരിട്ട് ഉയരുകയാണ്, അവിടുന്ന് മേലോട്ട് പല ഭാഗങ്ങളിലേക്കും തിരിയുന്നു. പിന്നെ അഡ്വെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിലൂടെ ഹൊറിസോണ്ടലായിട്ട് താപം വ്യാപിക്കുന്നു. ഇതിനെയാണ് അഡ്വെൻഷൻ എന്ന് പറയുക. പിന്നെ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നേരെ ദീർഘദൂര രൂപത്തിലുള്ള ഭൗമോപരിതലത്തിൽ നിന്നും ശൂന്യാകാശത്തിലേക്ക് താപം മടങ്ങിപ്പോകുന്നതിനാണ്. ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് ടു ദ ഔട്ടർ സ്പേസ് ഇൻ ദ ഫോം ഓഫ് ലോങ് വേവ്സ്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇതൊക്കെയാണ് നമ്മളെ പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ചിട്ടുണ്ടാവും ഇൻസുലേഷൻ മുഖേന ഭൂമി ചൂട് പിടിക്കുകയും അപ്പോൾ ഈ ചൂട് അന്തരീക്ഷത്തിൽ, അതായത് അന്തരീക്ഷത്തിൽ ചൂട് ആവശ്യമാണ്, അതൊരു ആവറേജ് രീതിയിലുള്ള താപനില ആവശ്യമാണ്. അപ്പോൾ അതിന് സഹായിക്കുന്ന വാതകങ്ങളും മറ്റു ഘടകങ്ങളും ഉണ്ട്. അത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. വിച്ച് ആർ ദോസ് ഗ്യാസസ്, വാട്ട് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് സച്ച് അബ്സോർപ്ഷൻ? നിങ്ങൾ പഠിച്ചത് അതൊന്ന് കണ്ടെത്തണം ഏതൊക്കെയാണെന്ന്. അതേപോലെ തന്നെ വൈ ഡസ് ദ ടെറസ്ട്രിയൽ റേഡിയേഷൻ ഒക്കോർ മോസ്റ്റ്ലി അറ്റ് നൈറ്റ്? അപ്പോൾ അത് എന്താ, പ്രത്യേകിച്ചും അന്തരീക്ഷത്തിൽ നമുക്കറിയാം ഭൗമവികിരണം രാത്രികാലങ്ങളിലാണ് കൂടുതൽ സംഭവിക്കുന്നത്. അപ്പോൾ അത് രാത്രികാലങ്ങളിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതേപോലെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻസുലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ? അവിടെ ഒരു ചോദ്യം. ഈ നമ്മൾ പറഞ്ഞു ഇൻസുലേഷൻ സൗരവികിരണങ്ങൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഭൗമവികിരണങ്ങളും എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് നമ്മൾ പഠിച്ചതാണ്. ഒന്ന് ഇൻസുലേഷൻ. ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസുലേഷൻ നമ്മൾ പറഞ്ഞു സൂര്യനിൽ നിന്ന് ഇർച്ചു തരംഗങ്ങളായിട്ട് ചൂട് അല്ലെങ്കിൽ ഊർജം ഭൂമിയിലേക്ക് എത്തുന്നു, അതാണ് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അടുത്ത് രണ്ടാമത് പഠിച്ചു ടെറസ്ട്രിയൽ റേഡിയേഷൻ, അല്ലേ? തരംഗങ്ങളായിട്ട് മേലോട്ട് തരംഗങ്ങളായിട്ട് പോകുന്നതിനാണ് എന്താ പറയുന്നത്, ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് നിങ്ങൾ ആൻസർ ചെയ്യണം. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്നതാണ്. നിങ്ങൾ ബജറ്റ് കേട്ടിട്ടുണ്ടാവും, അല്ലേ? യു ഹാവ് നോ ദ ടേം ബജറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദ ബാലൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ബജറ്റ് കേട്ടിട്ടുണ്ടാവും, അല്ലേ? വർഷങ്ങളിൽ ഫിനാൻസ് മിനിസ്റ്റർ ബജറ്റ് അവതരിപ്പിക്കാറുണ്ട്. എന്താണ് ബജറ്റ്? നിങ്ങൾക്കറിയാം, വരവ് ചിലവുകളെ തുല്യതാക്കുന്നതിനാണ് ബജറ്റ് ബാലൻസ് എന്നൊക്കെ പറയുന്നത്. ചിലവുകൾ ഒരു ഭാഗത്ത്, വരുമാനം വേറൊരു ഭാഗത്ത്. അപ്പോൾ ഇപ്പോൾ ഉദാഹരണം, നമ്മൾ ബജറ്റ്, നമ്മൾക്ക് കാശ് കിട്ടുന്നു, മാസത്തിൽ നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് വരുമാനം കിട്ടുന്നു. അപ്പോൾ ആ വരുമാനത്തിന് അനുസരിച്ചോ അല്ലെങ്കിൽ കുറഞ്ഞോ എന്ത് ചെയ്യുന്നു? ചിലവുകൾ ചെയ്യുന്നു, അല്ലേ? കിട്ടുന്ന വരുമാനം ഇപ്പോൾ ഏകദേശം ഒരു 30,000 രൂപ മാസം വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ചിലവ് ചെയ്യുന്നത് എത്രയായിരിക്കും? ഒരു 20,000, 25,000 ബാക്കി സേവിങ് ആയിട്ട് വെച്ചു, അല്ലേ? ചില ആളുകൾ എന്ത് ചെയ്യും? 30,000-ൻ്റെ മേലെ ചിലവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് ഈക്വലൈസേഷൻ ആയി വരുന്നില്ല. അതുപോലെ ഭൂമിയിൽ താപം എന്ത് ചെയ്യുന്നു? ബജറ്റ് ചെയ്യുന്നു. അതായത് ഇൻസുലേഷൻ മുഖേന ഭൂമിയിലേക്ക് താപം കിട്ടുന്നു. ഇതെന്ത് ചെയ്യാണ്? നമുക്ക് പ്രകൃതിയിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ ഒരു തുല്യത നിലനിർത്തണം, ഈക്വലൈസേഷൻ ചെയ്യണം ഈ ചൂട്. അതാണ് ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമിലർലി ദാറ്റ് ബാലൻസ് ബിറ്റ്വീൻ ഇൻസുലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ ഈസ് കോൾഡ് ഹീറ്റ് ബജറ്റ്. അപ്പോൾ ചോദിക്കും എന്താണ് ഹീറ്റ് ബജറ്റ് എന്ന് ചോദിക്കും. അപ്പോൾ ഇൻസുലേഷൻ നമ്മൾ മനസ്സിലാക്കി, സൗരവികിരണങ്ങൾ വരുന്നു, ഷോർട്ട് വേവിൽ വരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ പഠിച്ചത് ടെറസ്ട്രിയൽ റേഡിയേഷൻ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസിങ് ആണ് എന്ത് പറയുന്നത്?
റേഡിയേഷൻ ഈസ് കോൾഡ് ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ടെസ്റ്റിലേക്ക് നോക്കുക. അപ്പോൾ ബജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബാലൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ അതുപോലെ ദ ബാലൻസ് ബിറ്റ്വീൻ ഇൻസുലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ ഈസ് കാൾഡ് ഹീറ്റ് ബജറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് വരവ് ചെലവുകളുടെ തുലനത്തെ തന്നെ പോലെ തന്നെ എന്ത് ചെയ്യുന്നു, സൗരതാപവും അതേപോലെ തന്നെ ഭൗമ വികിരണവും തമ്മിലുള്ള ഒരു സന്തുലതയെ എന്ത് പറയുന്നു, ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്നു. മനസ്സിലാക്കി തന്നല്ലോ. നോക്കുക, ലുക്ക് അറ്റ് ദ പിക്ചർ. ആ പിക്ചറിലേക്കൊന്ന് നോക്കൂ, എങ്ങനെയാണ് ഹീറ്റ് ബജറ്റ് വരുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യം ഇൻസുലേഷൻ വരുന്നുണ്ട്, സൂര്യനൊന്ന് ശ്രദ്ധിക്കുക, ഇവിടെയാണ് സൂര്യന്. അപ്പോൾ ഇൻസുലേഷൻ വരുന്നുണ്ട്. ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ സൗര വികിരണങ്ങൾ താഴോട്ട് ഭൂമിയിലോട്ട് വരുന്നു അല്ലേ. അപ്പോൾ അത് ഭൗമോപരിതലം എത്തിലെത്തുന്നു, ആഗീകരണം ചെയ്യുന്നു, ഭൗമോപരിതലെത്തുന്നു. അത് 51% ഈ സൂര്യവികിരണം അല്ലെങ്കിൽ താപം, ഈ ഭൗമവികിരണം എന്ത് ചെയ്യുന്നു, ഉപരിതലത്തിലെത്തുന്നു. നോക്കുക ഹിയർ. ഓക്കെ, ഇനി അതേപോലെ തന്നെ സൂര്യനിൽ നിന്ന് വരുന്ന മേഘങ്ങൾ അന്തരീക്ഷത്തിൽ തന്നെ മടങ്ങിപ്പോകുന്നത് കാണാം അല്ലേ. ലാസ്റ്റ് ആരോ മാർക്കൊന്ന് ശ്രദ്ധിക്കൂ, എന്താണ്, അറ്റ്മോസ്ഫിയർ റിഫ്ലക്ട്സ്. അതായത് അന്തരീക്ഷത്തിൽ തന്നെ ഭൗമ ഉപരിതലത്തിൽ എത്താതെ തന്നെ ഈ ചൂട് അല്ലെങ്കിൽ താപം എന്ത് ചെയ്യാണ്, അന്തരീക്ഷത്തിൽ നിന്ന് തിരിച്ചു പോകുന്നു. അത് എത്രത്തോളം ശതമാനം കൊണ്ട് നോക്കുക, 35% തിരിച്ചു പോകുന്നുണ്ട്. ഓക്കെ, പിന്നെ നോക്കുക ഇവിടെ അബ്സോർബ്ഡ് ബൈ ദ ക്ലൗഡ്സ് ആൻഡ് ദ ഡസ്റ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞു അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങളുണ്ട്, മേഘങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അങ്ങനെ എന്ത് ചെയ്യുന്നു, അത് പിടിച്ചെടുക്കുന്നത് എത്ര ശതമാനത്തോളം ഉണ്ടെന്ന് നോക്കുക. ഏകദേശം 14% അബ്സോർബ് ബൈ ദ ക്ലൗഡ്സ്. 14% അബ്സോർബ് ദ ക്ലൗഡ്, മേഘങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ട് ചൂട്. അതുപോലെ തന്നെ ഡസ്റ്റ്, അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങളുണ്ട്, അത് പിടിച്ചെടുക്കുന്ന ചൂട് 34%. ഓക്കെ, മനസ്സിലായല്ലോ. പിന്നെ വരുന്നത് നോക്കുക, താഴോട്ട് വരുന്നുണ്ട്. നമ്മൾ അവസാനം മൂന്നാമത് നമ്മൾ പഠിച്ചിട്ടുണ്ട് താപത്തെ ട്രാൻസ്ഫർ ചെയ്യുന്ന രീതി, അതാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ അല്ലേ. എന്താണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ? നമ്മൾ പഠിച്ചതാണ്. ദീർഘദൂര തരംഗ രൂപത്തിൽ മേലോട്ട് പോവുകയാണ് ഇത് സൂര്യൻ. അതാണ് ഇവിടെ നോക്കുക, ഗോസ് ബാക്ക് ടു ദ ഔട്ട്ലെറ്റ് സ്പേസ്. തരംഗ രൂപത്തിൽ 17% മേലോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിലെ ഐസൊലേഷൻ മുഖേന താപം എത്രയാണ് നിലനിന്നത്, ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ മൊത്തം 100%-ഓളം ചൂട് എവിടുന്ന് വരുന്നു, ഇൻസുലേഷൻ മുഖേന സൂര്യനിൽ നിന്ന് വരുന്നു. അത് അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുന്നത്, തങ്ങി നിൽക്കാതെ മേലോട്ട് തന്നെ തിരിച്ചു പോകുന്നത് എത്ര സമയം നോക്കുക. ഇവിടെ നമ്മൾ ആദ്യം കണ്ടു അറ്റ്മോസ്ഫിയറിക് റിഫ്ലക്ട്സ് 35%, അതേപോലെ തന്നെ ടെറസ്ട്രിയൽ റേഡിയേഷൻ മുഖേന 17% പോകുന്നു. പിന്നെ ബാക്കി വരുന്നത് നമ്മുടെ ഭൗമോപരിതലത്തിൽ വരുന്നു അല്ലേ. അബ്സോർബ്ഡ് ദ ക്ലൗഡ് 14% അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു, ഡസ്റ്റിൻ്റെ 34%, പിന്നെ അബ്സോർബ്ഡ് ബൈ ദ എർത്ത്സ് സർഫസ് 51% അല്ലേ. ഇത്രയും ശതമാനം നമ്മൾ എവിടെ ഇരുന്നുണ്ട്, ഭൗമോപരിതലത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ചൂട് ആവശ്യമാണ്. നോക്കുക, we consider total amount of insulation reaches the out surface of the atmosphere as 100 units. 100 യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൽ എത്രത്തോളം തങ്ങി നിൽക്കുന്നത് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു about 35 units of energy are reflected back by the atmosphere. Look at the following table. Remaining 65 യൂണിറ്റ്സ് ഓഫ് എനർജി ആർ ഡിസ്ട്രിബ്യൂട്ടഡ്. നോക്കുക, ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കൂ. ഈ ടേബിൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം താപസന്തുലനം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, amount of energy reflected by the atmosphere earth surface. എത്ര സമയമുണ്ട്, അന്തരീക്ഷത്തിലും ഭൗമോപരിതലത്തിലും തട്ടി പ്രതിഫലിച്ചു പോകുന്ന ഊർജത്തിൻ്റെ അളവ് 35% അല്ലേ. പിന്നെ വരുന്നത് ഡയറക്റ്റ് ടെറസ്ട്രിയൽ റേഡിയേഷൻ, നേരിട്ട് പോകുന്ന ടെറസ്ട്രിയൽ 17% അല്ലേ.
പിന്നെ രണ്ടാമത്തേൽ നോക്കുക, എനർജി റീച്ചസ് ദി എർത്ത് സർഫസ്. ഭൂമിയിൽ എത്രയാണ്, ഭൂമി ഉപരിതലത്തിൽ എത്ര വരുന്നത്? 51%. അത് നോക്കുക. പിന്നെ റേഡിയേഷൻ ഫ്രം ദ അറ്റ്മോസ്ഫിയർ, എന്തിനാ, അന്തരീക്ഷത്തിൽ നിന്നുള്ള വികിരണങ്ങൾ പോകുന്നത് 48 യൂണിറ്റ്സ് ആണ് പോകുന്നത്. പിന്നെ എനർജി ഹെൽഡ് ബൈ ദ അറ്റ്മോസ്ഫിയർ എത്രയാണ്, അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത് 14 യൂണിറ്റ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാം നമ്മുടെ ബജറ്റ് 65 യൂണിറ്റാണ്. നോക്കുക എങ്ങനെയാണ് കിട്ടിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് അന്തരീക്ഷത്തിൽ തങ്ങിയിട്ട് 35 യൂണിറ്റ് എന്ത് ചെയ്യുന്നു, അന്തരീക്ഷത്തിലെ ഭൗമോപരിതലത്തിൽ തട്ടി പ്രതിഫലിച്ച് ഊർജത്തിൻ്റെ അളവ് മേലോട്ട് പോകുന്നത് 35%. അതേപോലെ തന്നെ ഡയറക്റ്റ് മേലോട്ട് പോകുന്നത് എത്രയാണ്, 17 യൂണിറ്റ് ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് റേഡിയേഷൻ 48 യൂണിറ്റ് എന്താണ്, ഫ്രം ദ അറ്റ്മോസ്ഫിയർ. റേഡിയേഷൻ ഫ്രം ദ അറ്റ്മോസ്ഫിയർ 42 യൂണിറ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 51 അതേപോലെ തന്നെ 14 യൂണിറ്റും മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എനർജി നമ്മുടെ ഭൗമോപരിതലത്തിൽ തങ്ങി നിൽക്കുന്നത്. നോക്കുക, എനർജി റീച്ചസ് ദ എർത്ത് സർഫസ്, ഭൂമരിതലത്തിൽ തന്നെ 51 യൂണിറ്റാണ്. എനർജി ഹെൽഡ് ബൈ ദ അറ്റ്മോസ്ഫിയർ എത്രത്തോളം ഉണ്ട്, 14 യൂണിറ്റ് അന്തരീക്ഷം തങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഈ 51ഉം 14 യൂണിറ്റ് മാത്രമാണ് എവിടെ, നമ്മുടെ ഭൗമോപരിതലത്തിൽ അന്തരീക്ഷത്തിൽ ആകെ ലഭിക്കുന്ന ഊർജം 65 യൂണിറ്റാണ്. ബാക്കിയുള്ള എല്ലാ യൂണിറ്റ്, അതായത് ടോട്ടൽ എനർജി റേഡിയേറ്റഡ് ബാക്ക് ഫ്രം ദ എർത്ത് സർഫസ് ആൻഡ് ദ അറ്റ്മോസ്ഫിയർ. നോക്കുക, ഭൗമോപരിതലത്തിലും അന്തരീക്ഷവും പുറന്തള്ളുന്ന ആകെ ഊർജം 65%. ഈ 65% നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നില്ല. ഭൂമിയിൽ പിടിച്ചു നിൽക്കുന്നത് 60%. അതേപോലെ തന്നെ ഭൂമിയിൽ നിന്ന് പുറത്തു പോകുന്നത്, മേലോട്ട് പോകുന്നത് 65%. ഇതാണ് ബജറ്റ്, അതായത് സന്തുലിതം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഭൗമോപരിതലത്തിലേക്ക് മുഴുവൻ ഊർജം വിവിധ മാർഗങ്ങളിലൂടെ എങ്ങോട്ട് പോകുന്നു, ശൂന്യാകാശത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ ഹീറ്റ് ബജറ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആദ്യം ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതികൾ 4 പഠിച്ചു. അതേപോലെ തന്നെ നമ്മുടെ ഹീറ്റ് ബജറ്റുമാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ട്രാൻസ്ഫറിങ് എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് 4 രീതികൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതേപോലെ ബജറ്റ് എന്നാണ് ഹീറ്റ് ബജറ്റ്. ബജറ്റ് എന്ന് പറഞ്ഞാൽ ചിലവും വരുമാനവും സന്തുലിതമാക്കുന്ന രീതിയാണ് ബജറ്റ് എന്ന് പറയാം. പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഹീറ്റ് ബജറ്റാണ്. നമ്മൾ പറഞ്ഞു 65% യൂണിറ്റ് ഭൗമോപരിതലത്തിൽ ചൂട് തങ്ങി നിൽക്കുന്നു. അതേപോലെ തന്നെ സൂര്യനിൽ നിന്ന് കിട്ടുന്ന 65 യൂണിറ്റ് നേരിട്ട് മേലോട്ട് പോകുന്നു എന്നതാണ്. ഭൗമോപരിതലത്തിൽ തട്ടാതെ മേലോട്ട് 65% പോകുന്നു. അപ്പോൾ നമുക്കറിയാം ഭൗമോപരിതലത്തിൽ തങ്ങി നിൽക്കുന്നത് 65 യൂണിറ്റും അതേപോലെ തന്നെ 65 യൂണിറ്റ് മേലോട്ടും പോകുന്നു. അപ്പോൾ ദാറ്റ്സ് എ ഹീറ്റ് ബജറ്റ്, സന്തുലിതമായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ.